കം ഓൺ ഗൈസ്. ആദ്യം തന്നെ പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. കാരണം കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ മിസ്സാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്ലേ ആണ്. അപ്പോൾ പേപ്പറൊക്കെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പേപ്പർ ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എഴുതി കഴിഞ്ഞ കുറച്ച് പേപ്പർ എടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഇതുപോലത്തെ കുറേ പഴയ പേപ്പർ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് ഓടി വാ. എന്നിട്ട് അതിനെ ഒന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. പേപ്പർ എടുക്കുമ്പോൾ കട്ടി കുറഞ്ഞ പേപ്പർ എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കട്ടി കൂടിയ പേപ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോക്കായും കിട്ടത്തില്ല. നമ്മൾ ഗ്രൈൻഡിങ് ടൂൾസ് യൂസ് ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനും പറ്റത്തില്ല. സോ ഈ കുറച്ച് ഇപ്പോൾ കട്ടി കുറഞ്ഞ പേപ്പറാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ നല്ലോണം സോക്കായി കിട്ടും. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിയിൽ അതൊന്ന് മാഷ് ചെയ്തെടുക്കാം. കുറച്ചധികം സമയം എടുക്കുന്ന പ്രോസസ്സാണ്. വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം സമയം ഉണ്ടാവും. അതുകൊണ്ട് സമയം എടുത്ത് തന്നെ നല്ല രീതിയിൽ മാഷ് ചെയ്യുക. കാരണം ഈ കട്ടകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫൈനലി നമ്മളിത് മാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മൾ മാഷ് ചെയ്ത ഈ പേപ്പർ മെഷ് ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ പഴയൊരു സ്ട്രെയിനറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിന് വേറെ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്താലും മതിയാവും. ഞാൻ ഫൈനലി അങ്ങനെയാണ് ചെയ്തത്. കാരണം എല്ലാ വെള്ളവും നല്ല രീതിയിൽ പോകണമെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ച് ഒന്ന് ഉണക്കാൻ വെക്കുക. ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളവും നമുക്ക് വാർന്ന് കിട്ടണം. അങ്ങനെ ഒന്ന് കുറച്ച് ഇപ്പോൾ വെയിലുള്ള സമയമായതുകൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. അങ്ങനെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലേ ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഈ ഇപ്പം കണ്ടില്ലേ, ആ പേപ്പർ കുറച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഗ്ലൂ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ ഗ്ലൂ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ ക്ലേ റെഡിയായി. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂമാണ്. മഷ്റൂം ഉണ്ടാക്കാനുള്ള റീസൺ വേറൊന്നുമല്ല, ഈ വീഡിയോ ഉണ്ടായത് അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കാനുള്ള ഇൻസ്പിറേഷൻ തന്നെ ഈ മഷ്റൂമാണ്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു മഷ്റൂം ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്. അത് ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു, ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ക്ലേ ഇല്ലാന്ന്. അങ്ങനെ വിഷമിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് നമുക്ക് ക്ലേ ഒന്നും വാങ്ങിച്ചു തരത്തില്ല. സോ ആ സമയത്ത് ഞാൻ ഇതുപോലെ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞാണ് ഞാനും ചെയ്തത്. ഞാൻ കുറച്ചധികം സാധനം ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് പശ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ കുറച്ചധികം വീർക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഷേപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച അളവിനേക്കാൾ ഒരല്പം കൂടി വലുതായിട്ട് വേണം ഉണ്ടാക്കാൻ. അതായത് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇത് കുറച്ചൊന്ന് ഷ്രിങ്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ്. ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയ്റ്റഡ് ആണ്. അതുകൊണ്ട് വാട്ടർ കോണ്ടാക്ട് വരുന്ന ഒരു സ്ഥലത്തും നിങ്ങൾ ഉണ്ടാക്കിയ ഷേപ്സ് വയ്ക്കാതിരിക്കുക. കാരണം ഇത് കംപ്ലീറ്റ് പേപ്പറാണ്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കുതിർന്നു പോകും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം കുറച്ചിട്ട് ഗ്ലൂ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് പെട്ടെന്ന് കിട്ടും. പിന്നെ എയർ ഡ്രൈ ക്ലേക്ക് പകരക്കാരനൊന്നും അല്ല. നമുക്ക് തീരെ നിവൃത്തിയില്ലാത്ത സമയത്ത് ബേസിക് ആയിട്ടുള്ള ചില ഷേപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ഒന്നുമല്ല, കുറച്ച് റഫായിട്ടുള്ള ടെക്സ്ചറാണ്. അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇത് ബെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.